കൊല്ലം കൊട്ടാരക്കര ശാസ്താംകോട്ട റോഡ് പുനർനിർമ്മിച്ചിട്ടും പുത്തൂർ പണയിൽ ജംഗ്ഷനിൽ അപകടങ്ങൾക്ക് കുറവില്ല. സുരക്ഷാ സൂചകങ്ങളായി സ്ഥാപിച്ചിരിക്കുന്ന കോൺക്രീറ്റ് കുറ്റികളിൽ ഇടിച്ചും വാഹനങ്ങൾ അപകടത്തിലാകുന്നത് നിത്യസംഭവമാവുകയാണ്. ശരിയായ മേൽനോട്ടമില്ലാതെയാണ് റോഡ് നിർമ്മിച്ചതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 12.5 കോടി ചെലവഴിച്ച് നവീകരിച്ച റോഡാണ് അപകടക്കെണിയായി മാറുന്നത്. പുത്തൂർ പണയിൽ ഭാഗത്ത് റോഡിൽ നിന്ന് മാറി നടക്കാൻ പോലും ഇടമില്ലാത്തിടത്താണ് വാഹനങ്ങളും യാത്രക്കാരും അപകടത്തിൽപ്പെടുന്നത്. കരാറുകാർ റോഡരികിൽ ടാറിങ്ങിനോട് ചേർന്ന് ഉറയ്ക്കാത്ത കോൺക്രീറ്റ് കുറ്റികൾ സ്ഥാപിച്ച് സുരക്ഷിതമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. കാൽനട യാത്രക്കാർക്ക് നടക്കാനായിട്ട് നോക്കിയാൽ അറിയാം, നടക്കാനായിട്ടുള്ള വീതിയില്ല. ഇതിപ്പോൾ ഇവിടെ ഈ പണി ഇങ്ങനെ വന്നപ്പോൾ തടഞ്ഞിട്ട് സൈഡിൽ ഒന്ന് ബലപ്പിച്ചിട്ടില്ല. ഇവിടെ ആ ഭാഗത്ത് കാണേണ്ട ഒരു വലിയ ബെൻഡ് മറവ്, ഈ ഭാഗത്ത് വലിയ ഒരു ബെൻഡ് മറവ്, ഇത് സ്ഥിര അപകടമാണ്. ഇവിടെ ഒരു മനുഷ്യന് നടന്നു പോകാൻ പറ്റത്തില്ല. ഈ സൈഡിൽ നിന്ന് മൊത്തം ഇടിഞ്ഞിരിക്കുക. ഇവിടെ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു പണി ഇവിടെ ചെയ്യില്ല. ഈ സാധനം കൊണ്ട് കുഴിച്ചിട്ടല്ല ഈ സൈഡ് ബലപ്പിക്കുകയോ ഈ തോട് നല്ലോണം പണിയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് വന്ന് അവർ എഞ്ചിനീയർ പഠിച്ചിട്ട് വീടപീടെ എത്രയോ ശമ്പളം പറ്റുന്ന ഒരു സാധാരണ മനുഷ്യർക്കറിയാം ഈ റോഡ് ഒരു മനുഷ്യ കാൽനടക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. തോടിന്റെ വശങ്ങളിടിഞ്ഞ് റോഡിന്റെ വക്കോളം എത്തിയ ഇവിടെ സംരക്ഷണ ഭിത്തി അനിവാര്യമാണ്. എന്നാൽ ഭിത്തി ഉയർത്തിക്കെട്ടി താഴ്ചയെ സൂചിപ്പിക്കുന്ന കോൺക്രീറ്റ് കുറ്റികൾ സ്ഥാപിക്കുകയായിരുന്നു ശാസ്ത്രീയമായ രീതിയെന്ന് നാട്ടുകാർ പറയുന്നു. അപകടത്തിൽപ്പെട്ട കാറിലുണ്ടായിരുന്ന കൊട്ടാരക്കര സ്വദേശി അത്ഭുതകരമായി പരിക്കുകളോടെ രക്ഷപ്പെട്ടെങ്കിലും സ്ഥിരം അപകടക്കിണിയായി ഇവിടം മാറുകയാണ്. വശങ്ങൾ കെട്ടിയും ഓടകൾ നിർമ്മിച്ചും നടപ്പാത കെട്ടിയും റോഡ് പുനർനവീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.